രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും UP ലക്ഷ്യമാക്കി പണി തുടങ്ങിയിരിക്കുന്നു. 6 മാസത്തിനുള്ളിൽ UP നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ശക്തി അനുസരിച്ച് UP ഭരിക്കാൻ കഴിയില്ലെങ്കിലും ഇന്ത്യ മുന്നണിയിലെ സമാജ്വാദി പാർട്ടിയും ഒപ്പം ചേർന്നാൽ UP പിടിക്കാം എന്നുള്ള സ്ഥിതിയായി കഴിഞ്ഞു. കാരണം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നരേന്ദ്രമോദി സർക്കാരിനുണ്ടായ പരാജയവും പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായ നീക്കവും രാജ്യം മുഴുവൻ BJPയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി UPയിൽ വിദ്യാർത്ഥികളെ വിടാതെ ഒപ്പം കൂട്ടിയിരിക്കുകയാണ്. അതിനു പുറമെ UPയിലെ BJP സർക്കാരിനെ തകർക്കാൻ ശേഷിയുള്ള അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പിടിമുറുക്കുകയാണ് പ്രതിപക്ഷം ഒന്നടങ്കം. അയോധ്യയിൽ ഭഗവാന്റെ പണം കട്ടുമുടിച്ചത് കോടാനുകോടി വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ നേരിട്ടെത്തി അതിന് മറുപടി പറയണമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ആവശ്യപ്പെട്ടത്. അത് BJPയുടെ മർമ്മത്തേറ്റ അടിയായിട്ടാണ് ഈ രാജ്യം കാണുന്നത്. കാരണം ഉത്തരം മുട്ടിയ നരേന്ദ്രമോദി രാജിവെക്കണമെന്നുള്ള ആവശ്യം UPയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷവും വിശ്വാസികളും ഒരുങ്ങുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നതെന്നും അതിന് സുരക്ഷയൊരുക്കേണ്ടുന്ന മോദി സർക്കാർ അമ്പലക്കള്ളന്മാർക്കൊപ്പമാണെന്നുമുള്ള എല്ലാ സൂചനകളും കോൺഗ്രസ് രാജ്യവ്യാപകമായി അറിയിക്കുകയാണ്. അതായത് ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ, വെള്ളി, സ്വർണം, പണം, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ മോഷണം പോയി എന്ന ഗുരുതരമായ വിഷയമാണ് തങ്ങൾ ഉന്നയിച്ചതെന്നും അതിൽ നിന്നും ഒളിച്ചോടാൻ മോദിയെ അനുവദിക്കില്ല എന്നുമാണ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നത്. അതോടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന UPയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മോദിയും BJPയും തല താഴ്ത്തുകയാണ്. അല്ലെങ്കിൽ എത്ര വലിയ പ്രതിഷേധം വന്നാലും ഹൈന്ദവ വികാരം ഇളക്കി വിട്ട് അവസാനം അതുമല്ലെങ്കിൽ വർഗീയ കലാപമുണ്ടാക്കി വീണ്ടും അധികാരത്തിലെത്തുകയാണ് BJPയുടെ പതിവ്. അതിൽ എപ്പോഴും പറയുന്നൊരു പേരായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിൻ്റേത്. എന്നാൽ ഇനി അയോധ്യയുടെ പേര് പോലും പറയാൻ BJPക്ക് അവകാശമില്ലാതെയായിരിക്കുന്നു. ഇതിലെ എല്ലാം ഒന്നാം പ്രതി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസ് പറയുന്നതിന് അവർ കാരണവും നിരത്തുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടത്തിന് ട്രസ്റ്റിനെ നിയമിച്ചതാരാണ്? നമ്മുടെ പ്രധാനമന്ത്രി. ആരാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്? അതും പ്രധാനമന്ത്രിയാണ്. ആരാണ് പൂജകൾക്ക് തുടക്കമിട്ടത്? അതും അദ്ദേഹം തന്നെയാണ്. രാമക്ഷേത്രത്തിൽ കൊടിയുയർത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അതും പ്രധാനമന്ത്രി തന്നെയാണ്. ട്രസ്റ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്നിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് മോഷണം നടന്നത് തനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം തന്നെ സഭയിൽ വന്ന് അതിനുള്ള മറുപടി നൽകണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഭരണങ്ങൾ എന്ന് പറയുന്നത് വെള്ളി, സ്വർണം, അതുപോലെ പണം, സ്വർണ്ണക്കട്ടികൾ, സ്വർണത്തിൽ തീർത്ത രാമചരിതമാനസം പുസ്തകം എന്നിവയെല്ലാം കാണാതായത് എന്നാണ് പറയുന്നത്. ഈ പറയുന്നതിനൊക്കെ മാർക്കറ്റ് വില എന്നതിനേക്കാളും അതിൻ്റെ ചരിത്രത്തിനും ഐതിഹ്യത്തിനും ഒക്കെ വില കൽപ്പിക്കാൻ കഴിയാത്തത്ര മൂല്യമുണ്ട് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇത്രയും വലിയ മോഷണം നടന്നിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി വ്യക്തമായ വിശദീകരണം നൽകണമെന്നുമുള്ള ആവശ്യം ശക്തമാകുകയാണ്. രാമക്ഷേത്രത്തിലും ശ്രീരാമനിലും വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങൾ ഈ മോഷണത്തിൽ വലിയ ആശങ്കാകുലരാണ്. ഇത് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി കഴിഞ്ഞു. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസും പ്രതിപക്ഷവും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തത് എന്നും അത് ഫലം കാണാതെ അവസാനിപ്പിക്കില്ലെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത് UP തെരഞ്ഞെടുപ്പിലൊരു പരാജയ കാരണമായി ഓരോ ദിവസം കഴിയുന്തോറും BJPയെ തുറിച്ചു നോക്കുകയാണ്. ഈ വിഷയത്തിലെ മറുപടിയെ ഭയന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും മാറി നിൽക്കുന്നത് അവരുടെ പരാജയത്തിൻ്റെ ആക്കം കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും പാർലമെൻറ്റിൽ പോലും എത്താതെ ഒളിച്ചു നിൽക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അയോധ്യ കൊണ്ട് അധികാരത്തിലെത്തിയവർ അയോധ്യ കൊണ്ട് തന്നെ താഴെയിറങ്ങുന്ന ഒരു സ്ഥിതിയിലായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ.